കർത്താവേ, എല്ലാം മംഗളമായിട്ട് നടക്കണേ. സണ്ണി, എല്ലാ കാര്യങ്ങളും ഏറ്റല്ലോ. ഒന്ന് സമാധാനമായിട്ട് ഇരിക്കേണ്ട അച്ചായ. മുതലാളി നമ്മുടെ സ്വന്തം ആളല്ലേ. ഈ സണ്ണിയാ പറയുന്നത് അച്ചായന്റെ ഈ വണ്ടിക്ക് 70,000 CC വാങ്ങി തന്നിരിക്കും. എന്നാ അറിയാ? പിന്നല്ലാതെ നല്ല കണ്ടീഷൻ വണ്ടിയല്ലയോ. എന്നാ ക്ലച്ചും സ്റ്റിയറിംഗും ബ്രേക്കുവാ. ഓടിക്കാൻ തന്നെ എന്നാ സുഖ. ഏത് കോത്തായത്തുകാരൻ ഈ വണ്ടിക്ക് കണ്ണു അടച്ച് പാട്ടും പാടി 70,000 വരും. അറച്ചു കുഞ്ഞു അച്ഛാ, നമ്മുടെ കമ്മീഷന്റെ കാര്യം മറക്കരുത്. ആദ്യം ഇടപാട് നടക്കട്ടെ, പിന്നല്ലേ കമ്മീഷൻ. ഒന്ന് ക്ഷമിക്കേണ്ട അച്ചായ, വിവരമില്ലാത്തോണ്ട് പറഞ്ഞതല്ലേ. കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് കടന്ന പറഞ്ഞത് ഇവിടെ ഇരട്ടി തരാനും അച്ചായം മടിക്കത്തില്ല. വന്നാട്ടെ. Good morning. Please take your seat. Thank you. What can I do for you? The finance his jeep CC arranged by Mahindra Diesel International. ഇദ്ദേഹത്തിന്റെ ജീപ്പിന്റെ പേരിൽ ലോൺ എടുക്കാമെന്ന്. ആദ്യം പുലിക്കാടൻ സാറിനെ കണ്ട് സംസാരിച്ചിട്ട് വരൂ. ഓക്കെ, താങ്ക് യു മാഡം. നോ മെൻഷൻ പ്ലീസ്. വെൽക്കം. ഇറ്റ്സ് ഓൾ റൈറ്റ്. വെരി സ്മാർട്ട്. വണ്ടിക്ക് CC തന്നപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതാ കറക്റ്റ് ടൈമിന് പണം അടയ്ക്കണമെന്ന്. നീ അടച്ചോ? ഇല്ലല്ലോ. എന്താ അടയ്ക്കാത്തെ? വണ്ടിയുടെ RC ബുക്കും ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും എന്റെ കയ്യിലാ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. വെറും വണ്ടി മാത്രമേ ഉള്ളൂ നിന്റെ കയ്യിൽ. ആദ്യത്തെ 1-2 മാസം നീ കറക്റ്റ് ആയിരുന്നു എന്നെ സൂചിപ്പിക്കാൻ. ഇനി 4 കുടിശ്ശികൾ കൂടി ബാക്കിയുണ്ട്. പറ്റത്തില്ല ജോസേ, പറ്റത്തില്ല. നാളെ 10 മണിക്കകം പണം അടച്ചില്ലെങ്കിൽ ഈ പുലിക്കാടൻ ആരാണെന്ന് നീ അറിയും. നിന്റെ വണ്ടി എന്റെ ഷെഡേ കിടക്കും. വേണ്ട വേണ്ട, നീ ഒന്നും ഇങ്ങോട്ടുണ്ടാക്കണ്ട. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. പണം വാങ്ങാൻ വരുമ്പോഴുള്ള സ്നേഹവും വിനയവും ദൈവവിചാരവും ഒന്നും അത് കൈ കിട്ടിക്കഴിയുമ്പോ കാണത്തില്ലെന്നേ. അപ്പോ നിങ്ങളൊക്കെ എന്നാത്തിനാ വന്നേ? വണ്ടിക്ക് ഫൈനാൻസ് കിട്ടുമെന്ന് അറിയാമെന്ന്. ഓഹോ, നമ്മളെ മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ കടമറ്റന്ന് വരിക. ഞാൻ സണ്ണി, ഇവൻ കറിയാച്ചൻ, ഇത് ഈനാശ് ചേട്ടൻ. ഈനാശ് ചേട്ടന്റെ 85 മോഡൽ ഒരു മഹീന്ദ്ര ജീപ്പ് ഈട് വെച്ചിട്ട് 70,000 രൂപ കടം തരണം. CC വണ്ടി കണ്ടീഷനാ, ഡോക്യുമെന്റ്സ് കറണ്ടാ. ഈനാശ് ചേട്ടൻ ബസ് സർവീസ് ഒക്കെ ഉണ്ടായിരുന്ന ആളാ. ഓഹോ, അത് കേസും പ്രശ്നമൊക്കെ ആയി അല്പം പ്രോബ്ലത്തിലാ. ഇപ്പൊ ഈ ഒരു ജീപ്പേ ഉള്ളൂ. കുറച്ച് രൂപയുടെ അത്യാവശ്യം വന്നോണ്ടാ അല്ലെ? ദൈവം എന്ന് പറയുന്നവൻ ഭയങ്കര ബുദ്ധിമാനാ. പുള്ളിക്കാരൻ അറിയാം ആരുടെ കയ്യിൽ പണം കൊടുക്കണം, ആരുടെ കയ്യിൽ പണം കൊടുക്കണ്ടെന്ന്. ഞാൻ പണം നശിപ്പിക്കുകയല്ലെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് അങ്ങേര് വാരിക്കോരി തരുന്നത്. പേരെന്താന്നാ പറഞ്ഞേ? ഈന്തപ്പുരയിൽ ഈനാശു. ഈന്തപ്പഴം ഈനാശു. പോരാ. പോരെ എങ്കിൽ പോരാ. ഈനാശുവിന് കൊടുത്താൽ നശിപ്പിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അത് കൊടുക്കാത്തതും. ശരിയല്ലേ മിസ്റ്റർ ഈനാശു? ഞാൻ ഈനാശുവിന് പണം കൊടുത്താ കർത്താവ് എന്നോട് ചോദിക്കും, എടാ പുലിക്കാടാ വിവരദോഷി, ഞാൻ നിനക്ക് സൂക്ഷിക്കാൻ തന്ന പണം നീ അത് സൂക്ഷിക്കാൻ അറിഞ്ഞൂടാത്തവൻ എന്തിനു കൊടുത്തു എന്ന്. അപ്പൊ ഞാൻ പറയും, എന്റെ കർത്താവേ, 85 മോഡൽ ഒരു മഹീന്ദ്ര ജീപ്പിന്റെ മുതല് കണ്ടിട്ടാണേ ഞാൻ 45,000 രൂപ കൊടുത്തത് എന്ന്. അയ്യോ, 45,000 പോരെ മുതലാളി. ഒരു 70,000 കിട്ടിയാലേ കാര്യം നടക്കൂ. ഓ, പറ്റുകയല്ല. ഒരു 60,000 രൂപയെങ്കിലും പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാ ഒരു 50,000 എങ്കിലും. വേണമെങ്കിൽ 45,000 രൂപ മേടിച്ചോണ്ട് പോടാ കൊച്ചനെ. സമ്മതമാണെങ്കിൽ RC ബുക്കും വണ്ടിയുടെ പേപ്പറും ഒക്കെ ആലിസിനെ ഏൽപ്പിച്ചിട്ട് നാളെ രാവിലെ ഇങ്ങോട്ട് വാ. അയ്യോ, ശരി. ആ എമൗണ്ട് തീരെ കുറവായി പോയി മുതലാളി. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈനാശോട്ടാ? ഈ ആവശ്യക്കാരന് ഔചിത്യം ഇല്ലെന്ന് പറയുന്ന പോലെ ചേട്ടൻ കൂടുതൽ ചോദിക്കും. മുതലാളിക്ക് അതിന്റേതായിട്ടുള്ള പരിമിതികളില്ലേ, അത് നമ്മൾ മനസ്സിലാക്കണം. അല്ല, അപ്പോഴേ നിങ്ങൾ ആരുടെ മുതലാളി സൈഡിലാണ്? ഒന്നും പറയണ്ട. ദൈവം മുതലാളിയോട് 45,000 രൂപ തരാനാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ അതൊരു പൈസ പോലും ഞങ്ങൾ കൂടുതൽ ചോദിക്കത്തില്ല. ഞങ്ങളും കുടുംബത്തിൽ പറഞ്ഞ ഈശ്വര വിശ്വാസികളാണ്. അയ്യോ, എനിക്കത് പോരാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 85 മോഡൽ ഒരു മഹീന്ദ്ര ജീപ്പിന് കിട്ടാവുന്ന ഒരു മാക്സിമം അല്ലേ? എന്തായത് എന്തായത്? ഒന്നുമില്ല. പുള്ളി ഹാപ്പിയാ, വളരെ ഹാപ്പിയാ. നോക്കോ. നാളെ വരാം. ഈ RC ബുക്ക് കാണിച്ച് നിങ്ങൾ എവിടെന്നെങ്കിലും പൈസ എടുത്തിട്ടുണ്ടോ? അത് ബുക്ക് നോക്കി അറിയില്ലേ? ഇതിലൊന്ന് ഒപ്പിട്ടെ. ഞാനെന്തിനാ ഒപ്പിടുന്നത്? ലോൺ എടുക്കുന്നത്? നിങ്ങൾ വിറ്റ്നസ്സാ. വിറ്റ്നസ്സോ? അതൊരു സിനിമയല്ലേ? കൂടുതൽ തമാശയൊന്നും വേണ്ട, ഒപ്പിട്ടാ മതി.
കറി വെച്ച്. എങ്ങനെയുണ്ട്? നിങ്ങൾക്കിത് എത്ര ഒപ്പുണ്ട്? അങ്ങനെയൊന്നുമില്ല, ഒരു സ്റ്റൈലിന് ഞാൻ പലപ്പോഴും പല ടൈപ്പിൽ ഒപ്പിടും, ഒരു ചേഞ്ചിന്. ഇതൊക്കെ എവിടുന്ന് കുറ്റം പറിച്ചു വരുന്നുണ്ട് കർത്താവേ. കറക്റ്റ് മാഡം. ഒന്നുമില്ല, ഞങ്ങൾ വേറെ കാര്യം പറഞ്ഞ ഏ പേഴ്സണൽ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. മുതലും പലിശയും കൃത്യസമയത്തിന് ഇവിടെ അടച്ചിരിക്കണം. ആ കാര്യത്തിൽ മുതലാളി ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, കൃത്യമായിട്ട് അടച്ചിരിക്കും. അടച്ചില്ലെങ്കിൽ ഈനാശേട്ടനല്ല, എന്റെ അപ്പൻ സാക്ഷാൽ പുളിമൂട്ടിൽ തോമസ് ഏട്ടനാണെങ്കിലും വണ്ടി ഞങ്ങൾ പിടിച്ച് മോലാളുടെ കസ്റ്റഡി കൊണ്ടിടും. സ്ട്രിക്റ്റാ, വളരെ സ്ട്രിക്റ്റാ. ഞങ്ങളുടെ പോളിസിയാണ്. നാട്ടിലും ഞങ്ങൾ ഈ പണിയാ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയുള്ള ഒരു ഫിനാൻസ് കമ്പനി പൂട്ടിച്ചിട്ടാണ് ഞങ്ങൾ ഈ പണിക്കിറങ്ങിയത്. കൂട്ടിയത് കൊണ്ടാണ് ഈ പണിക്ക് അതെ, ഇറങ്ങിയത്. അവര് പിന്നെ ഫിനാൻസ് കമ്പനിക്കാർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റി, അല്ലാതെ ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. ഈ സണ്ണി ആൻഡ് കറിയെ മുതലാളിക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. നിങ്ങൾ കൊള്ളാമല്ലോ, നല്ല രസികന്മാരാ. അതെ, എനിക്ക് ഇങ്ങനെയുള്ളവര് വലിയ ഇഷ്ടമാ. ഞങ്ങൾക്കും. അപ്പോഴേ ഇതാണോ നിങ്ങളുടെ ജോലി? അല്ല, അതെ. അതെ, വേറൊരു ജോലിയും കിട്ടാത്തോണ്ട്. കിട്ടാത്തോണ്ടല്ല, ഞങ്ങൾ പോവാത്തോണ്ടാ. അതാ മെയിൻ റീസൺ. നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാവോ? അതൊന്നും ചിന്തിക്കേണ്ടി വരും. ചിന്തിക്കാൻ ഒന്നുമില്ല മുതലാളി. ഇല്ല. ചേട്ടാ, ഒരു 10 മിനിറ്റ് പുറത്തുനിന്ന് ഞങ്ങൾ വേറെ ബിസിനസ് സംസാരിക്കട്ടെ. അച്ഛല്ലേ, മേടിച്ചില്ലേ? ഓ, എന്ത് ജോലിയാ മുതലാളി? നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ. വണ്ടി CC എടുത്തിട്ട് പണം അടയ്ക്കാത്ത ചില കള്ള കഴിവേറികളുണ്ട് ഇവിടെ. ഒന്നുകിൽ എനിക്ക് എന്റെ പണം, അല്ലെങ്കിൽ വണ്ടി, അതെനിക്ക് കിട്ടണം. അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ? അത് പിന്നെ അത്രേ ഉള്ളോ? വെറുതെ വേണ്ട, ദൈവത്തിന് നിരക്കുന്ന കമ്മീഷൻ എന്തുവാന്ന് വെച്ചാ ഞാനതങ്ങ് തരാം. എങ്കിൽ ഞങ്ങൾ ഏറ്റവും മുതലാളി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്. ചിലപ്പോഴേ ഗുണ്ടായുസമൊക്കെ വേണ്ടി വരും. ഗുണ്ടായിസോ? ആ. അത് ഞങ്ങൾക്ക് പുത്തരിയൊന്നുമല്ല. മാത്രമല്ല, ഗുണ്ടായിസം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ഇതിലിപ്പോ ഗുണ്ടായിസല്ല, കുറച്ചൊക്കെ ബ്രെയിൻ. അതാണ് മെയിൻ. അതെ, എന്താ വേണമെന്ന് വെച്ചാൽ മുതലാളി പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. എങ്കിൽ ഈ പുലിക്കാട്ടിൽ ഫൈനാൻസേഴ്സിന്റെ വണ്ടി പിടുത്തക്കാരായി ഞാൻ നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഈ വലിയ പുലിയുടെ കൊച്ചു പുലികളായി. വണ്ടി ഒന്നുക്ക് 2000 രൂപ. ആലീസിന്റെ കയ്യിൽ കുടിശ്ശിക അടയ്ക്കാനുള്ള വണ്ടികളുടെ ലിസ്റ്റും പേപ്പേഴ്സും ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും ഒക്കെ ഉണ്ട്. മേടിച്ചോ, ഇന്ന് തന്നെ ഡ്യൂട്ടി ജോയിൻ ചെയ്തോ. ശരി മുതലാളി. കൺഗ്രാചുലേഷൻ. ഒത്തിരി വണ്ടികളൊക്കെ പിടിച്ച് മിടുക്കന്മാരായി വാ. ഓഹോ, ഈ പുലിയുടെ മാനം കാക്ക്. പുലിക്കാരനെ അഡ്വാൻസ് മേടിച്ചുള്ളൂ, അതിനുമുമ്പ് പാന്റിലും ഷർട്ടിലും കയറി. ഇനി വണ്ടികൾ പിടിച്ച് കമ്മീഷൻ കുറെ അടിച്ചിട്ട് വേണം എനിക്കൊരു ചെയിനും വാച്ചും സംഘടിപ്പിക്കാൻ. ഓ, ഈ തവള പിടിക്കല് പട്ടി പിടിക്കലെന്നൊക്കെ പറയുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണല്ലോ ഈ വണ്ടി പിടിക്കല്. അയ്യോ, നീ വിചാരിക്കും പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല ഇത്. CC എമൗണ്ട് അടയ്ക്കാത്ത പാർട്ടികളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. വണ്ടി നമ്പരും ഡ്യൂപ്ലിക്കേറ്റ് കീയും ഉണ്ട്. ലിസ്റ്റിലുള്ള വണ്ടി കണ്ടാലുടൻ കീ ഇട്ട് നമ്മൾ വണ്ടി തുറക്കുന്നു, പുലിക്കാരന്റെ കസ്റ്റഡിയിലാക്കുന്നു. രൂപ 2000 നമ്മുടെ പോക്കറ്റ്. ഇത്ര നേരം നീ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തൊരു മണ്ടനാണ് ഞാൻ എന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ല. മിണ്ടാതെ വണ്ടി തപ്പടത്തേണ്ടി. അല്ല, എനിക്ക് കറാട്ടയും കുംഫും അറിയാവുന്നതുകൊണ്ട് സംഗതി വളരെ എളുപ്പമായിരുന്നു. ജാക്കി ചാന്റെ പടങ്ങൾ കാണാറുണ്ടോ? ഇല്ല. എന്താ? അല്ല, ജാക്കി ചാന്റെ ടൈപ്പിലല്ല, വേറെ ടൈപ്പിലാ സണ്ണി ഫൈറ്റ് ചെയ്ത് ഇങ്ങനെ ഇതേപോലെ കുടിശ്ശിയുള്ള എല്ലാ വണ്ടികളും മുതലാളിയുടെ ഷെഡിൽ കയറ്റിത്തരുന്നവരും ഞങ്ങളേറ്റു. വേണമെങ്കിൽ മുതലാളി ഫിനാൻസ് കൊടുക്കാത്ത പാർട്ടിക്കാരുടെ വണ്ടികളും ഞങ്ങൾ പിടിച്ചോണ്ടുവരാം. അല്ല, അത്രയ്ക്ക് കപ്പാസിറ്റി എനിക്കുണ്ടെന്ന് ഇപ്പം പറയായിരുന്നു. അതാ ഉദ്ദേശിച്ചത്. അല്ല, മറ്റുള്ളവരുടെ വണ്ടികൾ അതൊക്കെ മോശമല്ലേ? നമ്മളെല്ലാരും കൂടി ഒത്തു പ്രവർത്തിച്ച ഈ പുലിക്കാടൻ മുതലാളിക്ക് വച്ചടി കയറ്റമായിരിക്കും, അല്ലേ മാഡം? ആലീസേ, സർ, ഇത്രയും ആത്മാർത്ഥതയുള്ള 2 ചെറുപ്പക്കാരെ നമുക്ക് കിട്ടിയത് ദൈവത്തിന്റെ കൃപ കൊണ്ടാ. അങ്ങനെയൊന്നുമില്ല മുതലാളി. മുതലാളി, ഞങ്ങളുടെ കമ്മീഷൻ. ആലീസേ, സർ. ഇവരുടെ വൗച്ചർ എഴുതി മേടിച്ചിട്ട് കമ്മീഷൻ കൊടുത്തേക്ക്. ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ജോലിയും മാഡത്തിനാണല്ലേ. ഞങ്ങളെപ്പോലെ എഫിഷ്യന്റ് ആയതുകൊണ്ടായിരിക്കും എല്ലാ കാര്യവും മാഡത്തിനെ ഏൽപ്പിക്കുന്നത്. കറക്റ്റ്, വെരി കറക്റ്റ്. ഈ കമ്പനിയുടെ നട്ടല്ല ആലീസ്. അത് കണ്ടാലേ അറിയാം. വെരി ഹാർഡ്. ഇനി ഇങ്ങോട്ട് ഇംഗ്ലീഷും പറഞ്ഞ എല്ലാ കാര്യത്തിനും കയറി വരണ്ട. ആലീസിനെ കണ്ടാ മതി. അതാ ഞങ്ങൾക്കും ഇഷ്ടം. അല്ല, ഇനി എല്ലാ കാര്യത്തിനും ആലീസിനെ കണ്ടാൽ മതി, മുതലാളി വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറയാറുണ്ട്. വെരി കറക്റ്റ്. ഇപ്പൊ പിടിച്ചെടുത്തോണ്ടുന്ന വണ്ടി മാത്തച്ഛന്റെ വർക്ക്ഷോപ്പിലോട്ട് ഇട്ടേച്ച് ആ നമ്പർ പ്ലേറ്റ് അയച്ചോണ്ട് വാ. മോളി ആട്ടോ കുറിച്ച് അറിയത്തില്ലയോ?
ആലിസിന്റെ അപ്പച്ചന്റെ വർഷാപ്പാ അത് വളരെ സൗകര്യമായി. അല്ല, അടുത്തായതുകൊണ്ട് വളരെ സൗകര്യം എന്ന് പറയായിരുന്നു. തന്തപ്പടി കൊള്ളാമല്ലോ. എന്ത് പ്രൊഡക്ഷൻ ആയത്? എല്ലാം പിഴകളാണല്ലോ, ഒരൊറ്റ പൂവനില്ല. ഇതിനെല്ലാം കൂടി കെട്ടിച്ചയക്കണമെങ്കിൽ വീടും പറമ്പും വർക്ക്ഷോപ്പും അയാളെയും കൂടെ വിൽക്കേണ്ടി വരും. ആലീസ് മൂന്നാമത്താണല്ലേ? അത് ശരി. എന്ത്? അല്ല, ആലീസ് ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആലീസ് മൂന്നാമത്തെ കുട്ടിയല്ലെന്ന് ചങ്ങാതി ചോദിച്ചു. അത് തന്നെ ഞാനും പറഞ്ഞത്. ഒരുമാതിരി പോക്കരത്തിനും പറയരുത്. നീ ഉദ്ദേശിക്കുന്ന നേരത്തുള്ള യാതൊരു താല്പര്യം എനിക്ക് കുട്ടിയോടില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ മൂത്തത് രണ്ടെണ്ണത്തിന്റെയും കഴിയാതെ ഓവർടേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമെന്നാ ഞാൻ പറഞ്ഞത്. ഓ, അത് ശരിയാണല്ലോ. നിന്റെ സോക്കേട് എനിക്ക് ആദ്യമേ മനസ്സിലായി. എടാ, അവളുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്തോട്ടെന്ന് കരുതിയല്ലേ നീ ജാക്കി ചാനാണെന്നൊക്കെ വച്ച് കാച്ചിയത്. എന്ത് പ്രയോജനം? അവൾ അടുക്കുന്ന ലക്ഷണമില്ല. എടാ, എല്ലാ പെൺകുട്ടികളും നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല മിസ്റ്റർ കറിയ. ഫസ്റ്റ് യു ഹാവ് ടു സ്റ്റഡി ഫീമെയിൽ സൈക്കോളജി. സൈക്കോളജി മണ്ണാങ്കട്ട. മിസ്റ്റർ സണ്ണി, ഇത് ബുദ്ധിമുട്ടുള്ള കേസ്. ടു ബി ഫ്രാങ്ക്, എന്തായാലും അവളുടെ ക്യാരക്ടർ എനിക്ക് വലിയ ഇഷ്ടമായിട്ടാ. ആരെയും കൂസാത്ത ഭാവം, ആ സ്മാർട്ട്നെസ്. നീ സീരിയസാ? അത്രയ്ക്ക് അങ്ങോട്ടില്ല. എന്നാലും ആണെങ്കിൽ ഒരു വഴിയുണ്ട്. ഭക്തി. ആ തന്തപ്പടിയുടെ കഴുത്തിലെ വെന്തിങ്ങ ശ്രദ്ധിച്ചു. ആ കുടുംബം മുഴുവൻ ഒരു ഭക്തി ലൈനാണെന്നാണ് എന്റെ കണക്കൂട്ട്. അതുകൊണ്ട് ആ വഴിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഐഡിയ. എന്നൊരു കാര്യം ചെയ്യാം. അവളെ വീഴിക്കാൻ വേണ്ടി ഇന്ന് മുതൽ ഞാൻ സൺഡേ സ്കൂളിൽ പോയി വേദപാഠം പഠിച്ചത് അച്ഛനാകാം. അത് കൊള്ളാം. ഓടാ. ബാക്കി ഗുഡ് മോർണിംഗ്. അനിയല്ലേ? അപ്പൊ എന്നെ മനസ്സിലായല്ലേ? എനിക്കും ഇതേ സ്വഭാവമാ. ഒരു തവണ കണ്ട പിന്നെ ആളെ മറക്കത്തില്ല. പ്രത്യേകിച്ച് ആനിയെ പോലുള്ളവരെ. രാവിലെ മുഖത്തോക്കി മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ഈ ചുരിദാറിൽ ആനി അതീവ സുന്ദരിയായിരിക്കുന്നു. യു ലുക്ക് ബ്യൂട്ടിഫുൾ വിച്ച് ഇസ് ചുരിദാർ, സാൽവാർ കമ്മീസ് ആൻഡ് ഷോൾ. സോപ്പാണല്ലേ? അതെ, കുട്ടിക്കാലം മുതലേ ഞാൻ പിയേഴ്സ് സോപ്പ് തേച്ചാണ് കുളിക്കുന്നത്. പുറത്താരോടും പറയരുത്. എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം തന്നെ പിന്നെ ഇതാണ്. ഇത് വാഷിങ്ങിനല്ലേ ആൾക്കാർ ഉപയോഗിക്കാറുള്ളൂ. 501 വാഷ് വെൽ, സൺലൈറ്റ് എക്സെട്ര എക്സെട്ര. ഞാൻ പിയേഴ്സിനെ 501 കുറിച്ചല്ല പറഞ്ഞത്, പിന്നെ നിങ്ങളുടെ ഡയലോഗിലെ സോപ്പിനെ കുറിച്ചാ. വരട്ടെ. ആ വീട്ടുകാരുമായിട്ട് കൂടുതൽ അടുക്കണം എന്നൊരു തോന്നൽ. നാല് ടൈപ്പാ. എന്ത്? അല്ല, മാത്തച്ചന്റെ പിള്ളേരെ. അല്ല സണ്ണി, നമ്മൾ കൊച്ചുനാള് മുതൽക്കേ ഒന്നിച്ച് കളിച്ച് വളർന്നതല്ലേ? അതെ, അതിപ്പോ പറയാൻ കാരണം ഇതുവരെ നമ്മൾ സുഖവും ദുഃഖവും ഒക്കെ ഒരുമിച്ച് പങ്കിട്ടു അല്ലേ? കിടന്ന് വരകാതെ കാര്യം പറ. അല്ല, നിന്റെ വിവാഹ കാര്യത്തിലും നമ്മുടെ ഈ യോജിപ്പ് നിലനിർത്തണ്ടേ? വേറൊന്നുമല്ല, ആലീസിന്റെ അനിയത്തി ആനിക്ക് ഒരു ഭാവി കൊടുക്കണമെന്ന് നീ ആവശ്യപ്പെട്ടാൽ അതനുസരിക്കേണ്ട ചുമതല എനിക്കില്ലേ? എന്തോ? അല്ല, നീ പറഞ്ഞാൽ ആനി വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. അത് ശരി. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ മോനെ. മാതച്ചേട്ടന് കാശില്ലെന്നൊരു കുറവുള്ളൂ. നിന്നെ പോലത്തെ കൂത്താടിക്ക് തന്നെ കൊണ്ടൊന്നും പറയരുത്. ഓഹോ, അപ്പൊ ഇതാണ് നിന്റെ മനസ്സിലിരിപ്പല്ലേ? കാര്യത്തോട് അടുക്കുമ്പോ സ്നേഹം കോപ്പൊന്നുമില്ല. പിന്നെ എന്റെ ഭാര്യയുടെ അനിയത്തിന്റെ ഭാവി ഞാൻ നോക്കണ്ടേ? അപ്പൊ എന്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭാവി ഞാനും നോക്കും. ആലീസിനെ നിനക്ക് കെട്ടിച്ചേരുന്ന പ്രശ്നമില്ല. ഓഹോ, എല്ലാം കൂടെ നിശ്ചയിച്ചു വെച്ചേക്കല്ലേ? സണ്ണി പ്ലീസ്, ആനയെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയടാ. എടാ കഴിവറുടെ മോനെ. എടാ മണ്ട, നിന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ തടസ്സം നിൽക്കുന്നു വിചാരിക്കുന്നുണ്ടോ? എടാ, നിനക്ക് ഇഷ്ടപ്പെട്ട കല്യാണം ഈ സണ്ണി നടത്തി തരൂടാ. സണ്ണിച്ചേട്ടാ. ചേട്ടനോ? ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവിനെ ചേട്ടാന്നല്ലേ വിളിക്കുന്നത്? നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കിയുള്ളൂ. യെസ് സാർ. ഓക്കെ. എടാ കഴിവറുടെ മോനെ, എത്ര കാലം വേണം നിന്നെ ഒന്ന് കണ്ടിട്ട്? നീ സിറ്റിയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. കടമറ്റത്തെ സ്റ്റേഷനിൽ നിന്നും നേരെ ഇങ്ങോട്ട് തന്നെ തട്ടിയത്. നമ്മുടെ മലയപ്പുറമിൽ കുരിയച്ചന തലി കേസിൽ. അതൊക്കെ പോട്ടെ, നിനക്ക് എന്താണോ പരിപാടി? എന്താടാ വല്ലാതെ? നീ ഫോണിൽ പറഞ്ഞ മാത്തച്ഛന്റെ കാര്യം തന്നെ. കോയിക്കൽ സരസ്വതിയമ്മയെക്കൊന്ന് സ്വർണം മോഷ്ടിച്ച മാത്തച്ഛനുമായിട്ട് നിനക്കെന്താ കാര്യം? എനിക്ക് വേണ്ടപ്പെട്ട ആളാ. അദ്ദേഹത്തിന് ആരെയും കൊല്ലാൻ കഴിയില്ല, എനിക്ക് ഉറപ്പാ. എടാ, നീ കാണുന്ന മുഖമല്ല പലരുടെയും. ഞാൻ ഈ കള്ളന്മാരുടെ സൈക്കോളജി കുറെ പഠിച്ചതാ. കല്യാണപ്രായം എത്തി പുര നിറഞ്ഞു നിൽക്കുന്ന 4 പെമ്മക്കളെ അയക്കുള്ളത്. അപ്പൊ ഇച്ചിരി സ്വർണത്തിന് വേണ്ടി അയക്കത് ചെയ്യേണ്ടി വന്നു. ദാറ്റ്സ് ഓൾ. ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്ക് മാതച്ചൻ ചേട്ടൻ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. കൊലപ്പുള്ളിയാ? നീ എന്റെ തൊപ്പി തെറിപ്പിക്കും. ആ മാത്തച്ഛനെ ഒന്ന് കാണിച്ചു കൊടുക്ക. താങ്ക് യു.
മോനെ സണ്ണി, നീയെങ്കിലും എന്നെ വിശ്വസിക്കും. കാറ് നന്നാക്കാൻ ഞാൻ അവിടെ പോയത് സത്യമാണ്. പിന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ ശിക്ഷിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്റെ കർത്താവേ? അമ്മച്ചും മക്കളും ഒക്കെ. വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് ചേട്ടൻ വിഷമിക്കണ്ട. നാളെ രാവിലെ ചേട്ടൻ ഒരു കോടതിയിൽ ഹാജരാക്കും. വേണ്ട എന്താന്ന് വെച്ചാൽ നമുക്ക് ഉടനെ ചെയ്യാം. മോനെ, ചേട്ടൻ കോയിക്കില് വീട്ടിൽ ചെല്ലുമ്പോ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു അവിടെ? കൊല്ലപ്പെട്ട ആ സ്ത്രീയും പിന്നെ ഡ്രൈവർ നാരായണൻ. ഡ്രൈവർ നാരായണോ? അതാരാ? കോയിക്ക് വീട്ടിലെ ഡ്രൈവറാ. പലപ്പോഴും വർക്ക്ഷോപ്പ് വരാറുണ്ട്. അയാൾ എവിടെ താമസം? മാർക്കറ്റിന്റെ പുറകിൽ.